നമസ്കാരം ചേട്ടാ. നമസ്കാരം. പേരെന്താണ്? അജീവ് കുമാർ. നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പരിചയപ്പെടാമോ? തീർച്ചയായിട്ടും. എന്താണ് ഈ മോഹൻലാലിൻ്റെ വീട്ടിലെ എന്ത് ജോലിയാണ് ചേട്ടൻ ചെയ്യുന്നത്? ഞാൻ കാരസ്യപ്പണി. എങ്ങനെയാണ് മോഹൻലാലിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എങ്ങനെയായിരുന്നു അന്ന് വന്നപ്പോഴത്തെ അനുഭവം? സാധാരണ എല്ലാവരോടും നല്ല രീതിയിൽ സഹകരണം. അതല്ല ഒരു സിനിമ നടന ആ ഒരു കോമച്ചോ കാര്യങ്ങളൊന്നും ഇല്ല. സാധാരണ ഒരു വ്യക്തി എങ്ങനെ ഇടപെടുന്നു അതേ രീതിയിൽ തന്നെ. എത്ര നാളായി ഇവിടെ ലാലേട്ടൻ വന്നിട്ട്? ഇപ്പോൾ 1 വർഷമായി. 1 വർഷമായി. അവസാനം വന്നപ്പോൾ എങ്ങനെയായിരുന്നു ഇടപഴകിയപ്പോൾ? നല്ല ഇതായിരുന്നു. എങ്ങനെയാണ്? നല്ല സഹകരണമൊക്കെ ഉണ്ടോ? നല്ല സഹകരണം. ഇത് മോഹൻലാൽ എങ്ങനെയാണ് ജനിച്ച വീടാണോ അതോ? ഇത് അമ്മയുടെ വീട്. അമ്മയുടെ ഇവിടെയാണോ ജനിച്ചത്? ഈ വീടിനകത്ത് എന്തൊക്കെയുണ്ട്? ഈ വീടിനകത്ത് നടുമുറ്റമുണ്ട്, അറകളുണ്ട്, നിലവറകളുണ്ട്. എത്ര വർഷത്തോളം അദ്ദേഹം ഈ വീട്ടിൽ ജീവിച്ചിരുന്നു? അത് ഇവിടുന്ന് കുഞ്ഞിനാളിലെ ഇവിടുന്ന് പോയതാ. അല്ല, എന്നാലും കുറെ അദ്ദേഹത്തിന്റെ എല്ലാ ഇന്റർവ്യൂകളിലും പറയാറുണ്ട് ഞാൻ ഇലന്തൂരുള്ളതാണ്. ഇലന്തൂര് അച്ഛന്റെ വീട് ഇവിടെ നെല്ലിക്കാലയാണ്. ഇത് അമ്മയുടെ വീട്. ഇത് അമ്മയുടെ വീട്. ഇവിടെയാണ് ഇവിടെ ജനിച്ചു വളർന്നു. അദ്ദേഹം ചെറുപ്പത്തിൽ അദ്ദേഹത്തെ കിടത്തിയിരുന്ന തൊട്ടിലും അതെല്ലാം ഉണ്ട്. അതെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ ആരാണ് ഈ വീടിന്റെ ഉടമസ്ഥര്? മാവേലിക്കര അഡ്വക്കേറ്റ് രവീന്ദ്രനാഥ്. മോഹൻലാലിന്റെ ആരാണ്? അമ്മാവന്റെ മരുമകൻ. അപ്പൊ ഈ ലാലേട്ടന്റെ നാട്ടിലുള്ള ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ വീട് ചേട്ടൻ എന്താണ് ഈ വീട് സൂക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അഭിമാനം എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മഹാനടൻ എന്ന് വേണം നമ്മൾ പറയാൻ. അതുകൊണ്ട് ഒരു മഹാനടന്റെ ഒരു വീട്, കുടുംബ വീട് നോക്കുക എന്ന് പറയുന്ന ഒരു പുണ്യമല്ല. ഇത് ഇലന്തൂര് ഒരുപാട് ആൾക്കാർ ഈ വീട് വന്ന് കാണാറുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇലന്തൂര് കൂടാതെ നമ്മുടെ ജില്ലയ്ക്ക് പുറത്തുള്ള ആൾക്കാരും വരാറുണ്ട്. കൂടാതെ ഇവിടെ അടുത്തൊരു സംവിധായകനുണ്ടല്ലോ, അദ്ദേഹം ഡി ഉണ്ണികൃഷ്ണൻ സാറ്. അത് മോഹൻലാലിന്റെ ആരാണ് അദ്ദേഹം? അതും അമ്മാവന്റെ മകനാണ്. മോഹൻലാലിന്റെ അമ്മാവന്റെ. അപ്പൊ ഇവര് ഞങ്ങൾ അടുത്ത ബന്ധുക്കളാണ്. ശരി. അപ്പൊ അദ്ദേഹമായിട്ടുള്ള അനുഭവം എങ്ങനെയാണ് സംസാരിക്കുന്നത്? നല്ല, രണ്ടുപേരും തുല്യത. ഒന്നിനും ഒരു മാറ്റമില്ല. മോഹൻലാലും കുടുംബാംഗങ്ങളായ ഭാര്യയും മക്കളും ഒക്കെ വന്നിട്ടുണ്ടോ? അത് വൈഫുമായിട്ട് ഇവിടെ വരാറില്ല. തനിച്ചാ വരാറുള്ളത്. അല്ല, മക്കളൊക്കെ ഇല്ല, അവരാരും വന്നിട്ടില്ല. തിരക്ക് കൊണ്ട് പിന്നെ ഇവിടെ വരാറില്ല. അപ്പൊ ഇവിടെ എത്ര സെന്റ് സ്ഥലമാണ് ഈ വീട്ടിലുള്ളത്? അത് തീർത്ത് പറയാൻ പറ്റത്തില്ല. ഏക്കർ കണക്കിന്. ലാലേട്ടൻ അന്ന് വന്നപ്പോൾ ഒരു വീടിനോട് ചേർന്നുള്ള ഒരു എരുത്തിലിന്റെ ഭാഗത്ത് അവിടെ ഒരു തിണ്ണയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കണ്ടോ? എന്താണ് എരുത്തിലിന്റെ കഥ? അതിനൊരു പ്രത്യേകതയുണ്ട്. എരുത്തിലിനും കൊണ്ട് ഈ വീടിനും പ്രത്യേകതയുണ്ട്. ആ എരുത്തിൽ പുരാതന കാലത്തായിട്ട് അന്ന് അപ്പൂപ്പന്മാരുള്ള സമയത്തുള്ള എരുത്തലാണ്. അന്ന് അതുപോലെ കാളന്മാരും പശുക്കള് അങ്ങനെ ഒരുപാടുണ്ട്. അന്നത്തെ പ്രായത്തോളം അതിന് പഴക്കമുണ്ട്. അടുത്ത കാലത്ത് അത് പുതുക്കി പണിതാണ്. അതേ മോഡലിൽ തന്നെ 2-3 വർഷം ആയി കാണും, അതിൽ കൂടുതൽ. പിന്നെ ഈ വീടിനൊരു ഇതുണ്ട്, അച്ചൻകോല് ക്ഷേത്രവുമായിട്ടൊരു ബന്ധമുണ്ട്. അത് ഇവിടുത്തെ ഒരറയ്ക്കകത്ത് വിളക്ക് കത്തിച്ചാൽ ആ ക്ഷേത്രവുമായിട്ട് ഒരു ആകർഷണമുണ്ട്, ചരിത്രമുണ്ട്. ഇവിടെ കുടുംബക്ഷേത്രം ഉണ്ടോ? ഉണ്ടല്ലോ, ബാക്കിലായിട്ട് കാവ.
എത്ര വർഷമായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്? ഞങ്ങൾ കുടുംബക്കാർ എല്ലാം ഇവിടെ കൊണ്ടാ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടുകാരെ ഓരോരുത്തർ ഓരോ ജോലിയും കാര്യങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ. ചേട്ടൻ്റെ ബന്ധുവാണ് അല്ലേ മോഹൻലാലിൻ്റെ കുടുംബം? അല്ലല്ല ഇവിടെ കാരീസർ എന്ന് പറയുമ്പോൾ ഞങ്ങൾ കാരീസനാണ്. കാരീസൻ.